ഇന്നലെ വിവാദമായ പണിപ്പുര ടാസ്കിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആദിലയും നൂറയും സംസാരിക്കുന്നത് കേട്ടു. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് അക്കാര്യത്തിലേക്ക് പോകാം. ആദിലയും നൂറയും സരികയും സംസാരിക്കുന്നത് ആര്യനെക്കുറിച്ചാണ്. കാരണം ആര്യനൊരു വിചാരമുണ്ട്, ഒരു ടാസ്ക് വരുമ്പോൾ ഇന്നയാൾ മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം. അതാണ് നൂറ ഇന്നലെ കൃത്യമായിട്ട് അവിടെ പറയുന്നത്, സരികയും പറയുന്നത്. കാരണം രേണുവിൻ്റെയും സരികയുടെയും ശാരികയുടെയൊക്കെ പേര് അവിടെ ടാസ്കിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ ആര്യന് പഞ്ചപുച്ഛമടക്കിയുള്ള ഒരു ചിരിയുണ്ടായിരുന്നു. ആ ചിരിയാണ് അഭിലാഷ് ഇന്നലെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തത് എന്നാണ് നൂറ പറയുന്നത്. ഇത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. ആര്യന് കുറച്ച് ആൾക്കാരോടൊരു ഫേവറിസം ഉണ്ട്. അവർ മാത്രമേ ടാസ്കിൽ പങ്കെടുക്കാവൂ, അല്ലെങ്കിൽ ഞാൻ പോയി പങ്കെടുക്കണം എന്നാലേ വിജയിക്കൂ, നിങ്ങൾ അതിന് പറ്റാത്ത ആൾക്കാർ എന്നുള്ളൊരു വിചാരം ആര്യനുണ്ടായിരുന്നു. അതാണ് ഇന്നലെ 8 മടക്കി പോക്കറ്റിലേക്ക് പോയത്. അതാണ് കൃത്യമായിട്ട് അഭിലാഷ് ചോദ്യം ചെയ്തത്. അതാണ് ഇന്ന് നൂറയും ആദിലയും സരികയും അവിടെ ചർച്ച ചെയ്തത്. നമ്മളൊക്കെ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത്, നമ്മളെ അവർ പരിഗണിക്കണ്ടേ? നമ്മളിതിങ്ങനെ നോക്കി നിൽക്കുക, അവർ നമ്മളെ പേരേ പറയുന്നില്ല. അത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക.